Guys, welcome to weekly analysis video. So നമ്മൾ എല്ലാ വീക്കിലും മാർക്കറ്റിന്റെ ഔട്ട്ലുക്ക് എങ്ങനെയാണ് മാർക്കറ്റ് കഴിഞ്ഞ വീക്കിലെ പെർഫോമൻസ് ചെയ്തതെന്നും അതുപോലെ അടുത്ത വീക്കിലേക്ക് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയ വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ട്രേഡറോ ഇൻവെസ്റ്ററോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് ഇൻഫർമേഷനുകൾ ഈ വീഡിയോയിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് വീഡിയോ ഫുൾ ആയിട്ട് കാണുക, കാരണം നിങ്ങൾക്ക് അടുത്ത വീക്കിലേക്ക് എങ്ങനെ ട്രേഡ് പ്ലാൻ ചെയ്യാമെന്നതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കൂടി നിങ്ങളെ അറിയിക്കുന്നതാണ്. സോ എനിവേ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ മാർക്കറ്റ്, അതായത് നിഫ്റ്റി ഓൾ ടൈം ഹൈയിൽ നിന്ന് 10% ഫാള് നമുക്ക് ഇതുവരെ തന്നിട്ടുണ്ട്. സോ 10% എന്ന് പറയുമ്പോൾ അതൊരു കറക്ഷൻ ആണെന്ന് നമുക്ക് പറയാം, കാരണം മാർക്കറ്റ് ഓൾ ടൈം ഹൈയിൽ നിന്ന് 10% ഇറ്റ്സ് എ കറക്ഷൻ. ഇനി ഇതൊരു 20% വീഴുകയാണെങ്കിൽ നമ്മൾ ഇതൊരു ബിയറിഷ് മാർക്കറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. എനിവേ ഇപ്പം 10% ആണ് മാർക്കറ്റ് ഓൾ ടൈം ഹൈ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 200 EMA ടച്ച് ചെയ്തിട്ടാണ് ഡെയിലി ക്യാൻഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഫസ്റ്റ് നമുക്ക് റീസൺസ് എന്തൊക്കെ നോക്കാം. ഫസ്റ്റ് നമ്മൾ ആദ്യം തന്നെ മാർക്കറ്റ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് വീഴാൻ തുടങ്ങുമ്പോൾ തന്നെയുള്ള ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു റീസൺ ആണ് FIA സെല്ലിങ് ചെയ്തത്. സോ FIA സെല്ലിങ് അതൊരു റീസൺ ആണ്. പിന്നെ അതിനുശേഷം വന്നൊരു റീസൺ കോർപ്പറേറ്റ് റിസൾട്ടുകൾ മാർക്കറ്റിന്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് നിന്നിട്ടല്ല വന്നിരുന്നത് എന്നുള്ളത് രണ്ടാമത്തെ റീസൺ. സോ മൂന്നാമത്തെ റീസൺ എന്ന് നമുക്ക് പറയാനുള്ളത് കഴിഞ്ഞ വീക്കിൽ വന്ന ഇൻഫ്ലേഷൻ ഡാറ്റ കൂടി മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. കാരണം 6.2%ഓളം കഴിഞ്ഞ സെപ്റ്റംബറിൽ ഉണ്ടായത് ഇൻഫ്ലേഷൻ 5.5 ആണെങ്കിൽ ഇപ്രാവശ്യം ഒക്ടോബറിലെ ഇൻഫ്ലേഷൻ ഡാറ്റ വന്നത് 6.2 ആണ്. അതൊരു നെഗറ്റീവ് ഡാറ്റ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെയുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയുള്ളത് US ട്രംപിന്റെ വിജയം കൂടി നമ്മുടെ മാർക്കറ്റിന്, അതായത് എമർജിംഗ് മാർക്കറ്റ്, ഡെവലപ്ഡ് കൺട്രിയിലെ മാർക്കറ്റിനെ ട്രംപിന്റെ വിജയം എഫക്ട് ചെയ്യും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അതിനുള്ള റീസൺ ഒക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം. സോ അതൊരു കാരണമായിട്ട് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് നോക്കേണ്ടത് ഫസ്റ്റത്തെ ഒരു കാരണം എന്താണെന്നുള്ളതാണ് FIA സെല്ലിങ്. എന്തുകൊണ്ടാണ് FIA സെല്ലിങ് ചെയ്യുന്നത് നമുക്ക് ആദ്യം നോക്കാം. അതിന്റെ ഒരു റീസൺ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ സമയത്ത്, അതായത് മാർക്കറ്റ് വീഴാൻ തുടങ്ങിയ സമയത്ത് തന്നെ FIA സെല്ലിങ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. സോ അപ്പോൾ നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റീസൺ FIA സെല്ല് ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് അതുവരെ ചൈനീസ് മാർക്കറ്റ് ഒരു ബിയറിഷ്, ഇന്ത്യൻ മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകുമ്പോൾ ചൈനീസ് മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ചു കാലമായിട്ട് ബിയറിഷ് ട്രെൻഡ് ആയിരുന്നു അവിടുത്തെ മാർക്കറ്റ് ഉണ്ടായത്. സോ ഇപ്പോൾ ആ മാർക്കറ്റ് ഒരു റിവേഴ്സൽ കാണിക്കുന്നത് ബുള്ളിഷ് ട്രെൻഡിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. സോ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് FIA ഇന്ത്യൻ മാർക്കറ്റ് ഓൾ ടൈം ഹൈ എത്തി ഹൈ വാല്യുവേഷൻ നിൽക്കുന്നതുകൊണ്ട് തന്നെ FIA ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് മണി പുൾ ഔട്ട് ചെയ്തിട്ട് പിന്നെ അത് ചൈനീസ് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. കാരണം അവിടുത്തെ നല്ല കമ്പനീസുകളൊക്കെ ലോ വാല്യൂവിൽ അവർക്ക് വാങ്ങാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ആ ഒരു റീസൺ ആണ് നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റിയത്. സോ അതിനുശേഷം ട്രംപിന്റെ വിജയം കൂടി വന്നതോടെ US മാർക്കറ്റും നല്ലൊരു റാലി പെർഫോമൻസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ FIAക്ക് എന്തായാലും അവര് നോക്കുന്നത്, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് നോക്കുന്നത് എവിടെയാണ് നല്ല ഓപ്ഷൻ, നല്ല വാങ്ങാനുള്ള ഓപ്ഷൻ എവിടെയാണ് കിട്ടുന്നത് അതിനനുസരിച്ചായിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ചൈനീസ് മാർക്കറ്റിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ US മാർക്കറ്റ് ഇനിയും അപ്സൈഡിലേക്ക് പോകും. ട്രംപ് അവിടെ കോർപ്പറേറ്റ് ടാക്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനുള്ള പ്രോമിസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ആണെങ്കിൽ അവിടുത്തെ റാലിനെയും കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ ക്രിപ്റ്റോ. സോ അങ്ങനെയുള്ള ഒരുപാട് പോസിബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റ് ഓൾറെഡി ഹൈ വാല്യൂവിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു റീസൺ ആയിട്ട് നമുക്ക് എടുക്കാം. പിന്നെ രണ്ടാമത്തെ റീസൺ അതിന് കൂടെ തന്നെ പറയുന്നത് ഡിപ്രിസിയേഷൻ, അതായത് ഇന്ത്യയുടെ കറൻസി ഡിപ്രിസിയേഷനിലാണ് ഇപ്പം. കാരണം US ഡോളറിന്റെ സ്ട്രെങ്ത്, അതായത് ട്രംപ് വിജയിച്ച ശേഷം US ഡോളർ നല്ലൊരു സ്ട്രെങ്ത് കാണിക്കുന്നതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മണിയുടെ വാല്യൂ, മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ അതൊരു റീസൺ ആണ് FIA മാർക്കറ്റിൽ നിന്ന് റിവേഴ്സ്. കാരണം ഇന്ത്യയുടെ മൂല്യം കുറയുമ്പോൾ തന്നെ ഇൻവെസ്റ്റേഴ്സിന് അതൊരു ലോസ് ഉണ്ടാകും. അവർ US ഡോളറിൽ കൺവേർട്ട് ചെയ്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ലോസ് ഒരു കാരണമാണ്. സോ ആ ഒരു കാരണം കൂടി നമുക്ക് ഇതുകൂടെ ആഡ് ചെയ്യാൻ പറ്റും. സോ രണ്ടാമത്തെ കാരണം നമ്മൾ പറഞ്ഞത് കോർപ്പറേറ്റ് റിസൾട്ട് ആണ്. കോർപ്പറേറ്റ് റിസൾട്ടുകൾ എന്തുകൊണ്ടാണ് മാർക്കറ്റിൽ ഇപ്രാവശ്യം, അതായത് കോർപ്പറേറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ എല്ലാം ലോസ് ആയിട്ടുള്ള കമ്പനികൾ എന്നല്ല, കമ്പനികളൊക്കെ പ്രോഫിറ്റ് തന്നെയാണ്. പക്ഷെ ആ ഒരു എക്സ്പെക്ടേഷൻ, മാർക്കറ്റിന് എപ്പോഴും ഒരു കമ്പനീനെ കുറിച്ച് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. ആ എക്സ്പെക്ടേഷൻ അനുസരിച്ചല്ല പ്രോഫിറ്റ് ഉണ്ടായിട്ടുള്ളത്. പ്രോഫിറ്റിൽ വളരെ ചെറിയ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് ഒരു കാരണമായിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ ഒരു വീഴാനുള്ള ഒരു കാരണമായിട്ട് നമുക്ക് കാണാം. സോ അതിന്റെ റീസൺ നോക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഗവൺമെന്റിന്റെ സ്പെൻഡിങ് ഇപ്രാവശ്യം കുറഞ്ഞിട്ടുണ്ട്.
അതായത് ഗവൺമെന്റ് നല്ല റോഡുകൾക്കും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യുമ്പോഴാണ് പല കമ്പനീസുകളും അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാകുന്നത്. കാരണം ഗവൺമെന്റിന്റെ വർക്ക് തന്നെ ഒരുപാട് കമ്പനീസുകളിന് പ്രോഫിറ്റ് ഉണ്ടാകും. സോ അങ്ങനെയുള്ള ഗവൺമെന്റിന്റെ സ്പെൻഡിങ് കുറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ FMCG കമ്പനികൾ, അതായത് FMCG കമ്പനികളുടെ റിസൾട്ട് ഒക്കെ വളരെ നെഗറ്റീവ് ആയിട്ടാണ് മാർക്കറ്റിനെ ബാധിച്ചത്. അതായത് നമ്മുടെ ഫുഡിന്റെ അത് നമുക്ക് പറയാനുള്ളത് അടുത്ത ഇതിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം ഇൻഫ്ലേഷൻ കൂടാനുള്ള ഒരു കാരണം കൂടി അതിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ ഇത് രണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. പിന്നെ കഴിഞ്ഞ വീക്കിൽ വന്ന ഇൻഫ്ലേഷൻ ഡാറ്റ എന്ന് പറയുന്നത് ഇന്ത്യയുടെ കറൻസി ഡിപ്രിസിയേഷൻ ചെയ്യുമ്പോൾ തന്നെ ഇന്ത്യ ഒരു നെറ്റ് ഇമ്പോർട്ടിംഗ് കമ്പനിയാണ്. അതായത് പുറത്തുനിന്ന് സാധനങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുന്നത്. ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നത് കുറച്ചാണ്, ഇമ്പോർട്ട് ചെയ്യുന്നത് കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ ഓയിൽ. സോ ഇന്ത്യൻ കറൻസി ഡിപ്രിസിയേഷൻ ചെയ്യുമ്പോൾ ഒരു ഓയിലൊക്കെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ കൂടുതൽ പണം കൊടുക്കേണ്ടി വരും. സോ അങ്ങനെ കൂടുതൽ പണം കൊടുക്കേണ്ടി വരുമ്പോൾ നമ്മുടെ ഈ പെട്രോളിയം, ഗ്യാസ് പോലുള്ള സംഭവങ്ങൾക്ക് ഇവിടെ വില കൂടുമ്പോൾ ആ വില നമ്മുടെ എല്ലാ സാധനങ്ങളും ബാധിക്കും. ഫോർ എക്സാമ്പിൾ ട്രാൻസ്പോർട്ടേഷനെ എഫക്ട് ചെയ്യുമ്പോൾ തന്നെ ഫുഡ് ഐറ്റംസ് ഉള്ള എല്ലാ ഇതിലും നല്ലൊരു പ്രൈസ് കൂടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ഇൻഫ്ലേഷൻ കൂടുമ്പോൾ പലരും ജനങ്ങളുടെ സ്പെൻഡിങ് കുറയും. ഈ FMCG കമ്പനി, ബ്രിട്ടാനിയ പോലുള്ള കമ്പനികളുടെ റിസൾട്ടുകൾ, അവരുടെ പ്രോഫിറ്റ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് ഇപ്രാവശ്യം. സോ അത് കാരണം അങ്ങനെയുള്ള സ്പെൻഡിങ് ആളുകൾ കുറക്കാൻ തുടങ്ങും. സോ അതൊരു റീസൺ ആണ്. ഇൻഫ്ലേഷൻ ഒരു റീസൺ ആയിട്ട് നമുക്ക് എടുക്കാം. സോ അതിനുശേഷം ഈ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് മാർക്കറ്റിനെ ഇപ്പോൾ എഫക്ട് ചെയ്യാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 കാരണങ്ങൾ. ഇനി നമുക്ക് നോക്കാനുള്ളത് US ട്രംപിൽ ഉണ്ടാക്കുന്ന എന്തൊക്കെ കാര്യം. ട്രംപ് ഒരു ബിസിനസ്മാൻ ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിൽ മാത്രമേ ഇപ്പൊ പലരും വിചാരിക്കുന്നത് ട്രംപ് ചൈനക്കെതിരായിട്ടായിരിക്കും കൂടുതൽ അവരുടെ ചൈന ഒരു നെറ്റ് എക്സ്പോർട്ടിംഗ് കമ്പനി. അതായത് ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നത് കൂടുതലാണ്, പക്ഷെ ചൈന എക്സ്പോർട്ട് ചെയ്യുന്നത് കൂടുതൽ. അതുകൊണ്ട് ചൈനക്കെതിരായിട്ട് പല ഒരു എക്സ്ട്രാ ടാക്സ് ഒക്കെ ട്രംപ് കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അത് ഇന്ത്യയെ പോസിറ്റീവായിട്ട് ബാധിക്കും, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് എടുക്കാം എന്നൊക്കെ പലരും എക്സ്പെക്ട് ചെയ്യുന്നു. പക്ഷെ എന്നാലും ട്രംപ് ഇപ്പം ഇന്ത്യയിൽ നിന്ന് തന്നെയായാലും ഒരു എക്സ്പോർട്ടിങ് US ചെയ്യുമ്പോൾ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഈ US നിന്ന് വേറെ എന്തെങ്കിലും ഇങ്ങോട്ടേക്ക് നിങ്ങൾ വാങ്ങണം, അല്ലെങ്കിൽ ഓയിൽ വാങ്ങണം, ഗ്യാസ് വാങ്ങണം എന്നൊക്കെ കാരണം ട്രംപ് ഒരു ബിസിനസ്മാൻ, ട്രംപ് എപ്പോഴും പ്രോഫിറ്റ് നോക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ നമ്മൾ അതും എക്സ്പെക്ട് ചെയ്യണം. അതുകൊണ്ട് ട്രംപിന്റെ വിജയം നമ്മുടെ ഈ ചൈനയ്ക്ക് അഗേൻസ്റ്റ് ആയിട്ട് ഇന്ത്യക്ക് അനുകൂലമായിട്ട് വരുമെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ട്രംപ് വന്നതിന് ശേഷമാണ് US ഡോളർ സ്ട്രെങ്ത് കൂടുകയും നമ്മുടെ മണി വാല്യൂ കുറയുകയും ചെയ്തിട്ടുണ്ട്. സോ ഇതും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ള ഒരു കാര്യം നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഇനിയും ഇൻകേസ് മാർക്കറ്റിൽ ഒരു റിവേഴ്സൽ വരണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് FIA വീണ്ടും ബൈയിങ്ങിലേക്ക് വരണം. അത് ഒരു പോസിബിലിറ്റി എനിക്ക് തോന്നുന്നത്. വീണ്ടും FIA സെല്ലിംഗ് സൈഡ് തന്നെ ആയിരിക്കും കുറച്ചും കൂടി ഉണ്ടാവുക, അല്ലെങ്കിൽ ഈ വർഷം കഴിയുന്നവരെ FIA സെല്ലിങ്ങിലേക്ക് തന്നെ പോകാനുള്ള പോസിബിലിറ്റിയാണ് ഞാൻ കാണുന്നത്. അതൊരു നമുക്ക് ഒരു പ്രതീക്ഷയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നത്. രണ്ടാമത്തെ കാര്യം കോർപ്പറേറ്റ് റിസൾട്ടുകൾ വന്ന ഇത്. ഇനി കോർപ്പറേറ്റ് റിസൾട്ടുകളുടെ ഒരു മാറ്റം വരണമെങ്കിൽ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യണം. എനിക്ക് തോന്നുന്നത് ഗവൺമെന്റ് ചിലപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് അടുത്ത ഇലക്ഷന് വേണ്ടി, ഈ ഒരു മഹാരാഷ്ട്ര ഇലക്ഷന്റെ റിസൾട്ടിന് ശേഷമായിരിക്കാം ചിലപ്പോൾ ഗവൺമെന്റ് അതിൽ ഫോക്കസ് ചെയ്യുക. കാരണം ആ ഇലക്ഷൻ കഴിഞ്ഞാൽ മാത്രമേ ചിലപ്പം ഗവൺമെന്റിന്റെ ഒരു ആത്മവിശ്വാസം കൂടുകയും ആ ഒരു ഇതിൽ, അല്ലെങ്കിൽ ഇപ്പം റിസൾട്ട് അഗെയിൻസ്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ അതൊരു ഇതായിട്ട് മാറും. അതുകൊണ്ട് തന്നെ അതുവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഈ ഒരു ഇലക്ഷന്റെ റിസൾട്ട് കഴിയുന്നത് വരെ ചിലപ്പോൾ ഒരു നെഗറ്റീവ് ആയിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ആ ഒരു കാര്യമാണ് രണ്ടാമത്. പിന്നെ ഇൻഫ്ലേഷൻ കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും പലരും എക്സ്പെക്ട് ചെയ്യുക RBI ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാവും. കാരണം US ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്തിട്ടാണ് അവരുടെ ഫെഡ് റേറ്റ് കട്ട് ഉണ്ടായത്. സോ പക്ഷെ ഇന്ത്യയിൽ ഇപ്പം കൂടിയതുകൊണ്ട് തന്നെ നമുക്ക് പലരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട് ഡിസംബറിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാർക്കറ്റിന് അത് ഒരു പോസിറ്റീവ് ആയിട്ട് അതും നമുക്കിപ്പം എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. സോ എനിവേ ഈ ഒരു മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഇനിയും ഒരു നെഗറ്റീവ് പോസിബിലിറ്റി നമുക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെയാണ് മാർക്കറ്റിലെ അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. അടുത്ത വീക്കിലേക്ക് മാർക്കറ്റ് ബേരിഷ് ആണ്, 10% കറക്ഷൻ സംഭവിച്ചിരുന്നു. ഇനി മാർക്കറ്റിന്റെ
പോസിബിലിറ്റി എന്തൊക്കെയാണ്? മാർക്കറ്റ് വീക്കാണ് എന്നുള്ളത് തന്നെയാണ് പോസിബിലിറ്റി ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ള ഇനിയും സെല്ലിംഗ് കാണിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇനിയും കാണുന്നത്. സോ മാർക്കറ്റിൽ എപ്പോഴെങ്കിലും ഒരു റിവേഴ്സൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ അതൊരു 24,500 മുകളിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഒരു റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാം. അതുവരെ മാർക്കറ്റിൽ ഏറ്റവും നല്ലത് സെല്ലിംഗ് സൈഡുള്ള ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നതായിരിക്കും. ഇനിവേ നമുക്ക് ചാർട്ടും കൂടി നോക്കാം. ചാർട്ടും കൂടി നോക്കിയിട്ട് ഈ ഒരു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ വെൽക്കം ടു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. സോ ഇത് നമുക്ക് മന്ത്ലി ക്യാൻഡിലാണ്. നിഫ്റ്റിയുടെ മന്ത്ലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈ എന്ന് ഓൾമോസ്റ്റ് ഒരു 4 മന്തിന്റെ മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 4 മന്ത്ലി ക്യാൻഡിലാണ്. ഒരു 2 മന്ത് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ മാർക്കറ്റ് റിവേഴ്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ പോയിരുന്നുണ്ട്. ഈ ഒരു സപ്പോർട്ടൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ഇലക്ഷന്റെ സമയത്ത് ഉണ്ടായ ഒരു ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ മാർക്കറ്റ് ഒന്നും കൂടി വന്ന് ഈ ഒരു 22,800 വരെ മാർക്കറ്റ് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. മേ ബി ഈ ഒരു മന്ത് അല്ലെങ്കിൽ അടുത്ത മന്ത് ലാസ്റ്റോടെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. അതുവരെ നമുക്ക് ഒരു നെഗറ്റീവ് സൈഡുള്ള ഒരു എക്സ്പെക്ടേഷൻ തന്നെയാണ് ഉള്ളത്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ മന്ത്ലി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ഒരു 5 മാസമായിട്ട് ഒരു ബോക്സിന്റെ അകത്ത് തന്നെയായിരുന്നു മാർക്കറ്റ് ട്രേഡ് നടന്നുകൊണ്ടിരുന്നത്. സോ ഈ ഒരു പ്രാവശ്യം നോക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നുള്ള ഈ ഒരു വിക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സ് ആയിട്ടുണ്ട്. കാരണം ഇത്രയും നാളെ മാർക്കറ്റ് സെൽ ഓഫ് ആയിട്ട് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ട് വീണ്ടും മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകുന്നു, വീണ്ടും അപ്സൈഡിലേക്ക് പോയി, ഇവിടുന്ന് മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോയി, ഇവിടുന്ന് മാർക്കറ്റ് അപ്സൈഡ്. സോ ഈ ഒരു വിക്കിനെയൊക്കെ മാർക്കറ്റ് ഒരു സ്ട്രോങ് ആയിട്ടൊന്ന് റിവേഴ്സ് ആയിട്ടുണ്ട്. സോ ഈ ഒരു ക്യാൻഡിൽ കണ്ടിന്യൂസ് ആയിട്ട് താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു 48,400 വരെയൊക്കെ ഒരു ഫാള് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ അതാണ് മന്ത്ലി ക്യാൻഡിലിന്റെ ഒരു നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും നോക്കുകയാണെങ്കിൽ ആ ഒരു വീക്ക് നമുക്ക് വീക്ക്നെസ് കാണുന്നുണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ വീക്ക്ലി ക്യാൻഡിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് നിഫ്റ്റിയുടെ വീക്ക്ലി ക്യാൻഡിൽ നോക്കാം. സോ നിഫ്റ്റിയുടെ വീക്ക്ലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നിഫ്റ്റി ഒരു പാറ്റേൺ ക്രിയേറ്റ് ആയിട്ടുള്ളത് ഫസ്റ്റ് ഇതുവരെ എങ്ങനെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വീക്ക് ഒരു സ്ട്രോങ് ക്യാൻഡില് ക്രിയേറ്റ് ആവുന്നു. പിന്നെ 2 വീക്ക് ഒരു കൺസോളിഡേഷൻ നടക്കുന്നു. വീണ്ടും ഒരു സ്ട്രോങ് ക്യാൻഡില്, വീണ്ടും 2 വീക്ക് കൺസോളിഡേഷൻ. ഇനി ഇവിടെ ഒരു സ്ട്രോങ് ക്യാൻഡില് നടന്നിട്ടുണ്ട്. ഇനി ചിലപ്പോൾ 2 വീക്ക് ഇതേപോലെ ഒരു 2 വീക്ക് ഒരു വീക്ക്നെസ് കാണിച്ചിട്ട് വീണ്ടും ഒരു ഫാള് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ ഇത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസിലാണ് ഇപ്പം ഉള്ളത്. മാർക്കറ്റ് ലോസ് ആയിട്ടുള്ളത് 23,500 എന്നുള്ള ലെവൽസിലാണ്. ഇനി മാർക്കറ്റ് ഇവിടെ നിന്ന് ചിലപ്പോൾ ഒരു ചെറിയൊരു റീട്രേസ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഒരു വീക്ക് 2 വീക്കൊക്കെ ഒരു റീട്രേസ്മെന്റ് തന്നിട്ട്, അല്ലെങ്കിൽ ഇലക്ഷൻ കഴിയുന്നത് വരെ ഒരു ചെറിയൊരു റീട്രേസ്മെന്റ് തന്നിട്ട് വീണ്ടും മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിംഗ് സൈഡിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയാണ് കാണുന്നത്. എനിവേ 10% കറക്ഷൻ വന്നിട്ടുണ്ട് ഓൾറെഡി. സോ ഇനി മാർക്കറ്റ് എത്രത്തോളം പോകുമെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ഇത് ബാങ്ക് നിഫ്റ്റിയുടെ നോക്കുകയാണെങ്കിൽ നല്ലൊരു എം പാറ്റേൺ ആണ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുള്ളത്. സോ ഈ ഒരു നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു സെൽ ഓഫ് എക്സ്പെക്ട് ചെയ്യാം. ഇതും ഇനി ഒരു സപ്പോർട്ട് ലെവലിലാണ്. സോ ഇവിടെ ഒരു കൺസോളിഡേഷനോ അല്ലെങ്കിൽ മാർക്കറ്റ് ഒന്ന് അപ്സൈഡിലേക്ക് പോയിട്ട് ഇതുപോലെ ഒരുപാട് പ്രാവശ്യം നമുക്ക് ഇവിടെ കാണാം. മാർക്കറ്റ് ഇവിടെ നിന്ന് ഒന്ന് അപ്സൈഡിലേക്ക് പോയിട്ട് വീണ്ടും അവിടത്തേക്ക് തന്നെ വന്ന് വീണ്ടും നല്ലൊരു ഹൈയിൽ വന്നു, വീണ്ടും അവിടത്തേക്ക് തന്നെ റിവേഴ്സ് ആയിട്ട് എത്തിയിട്ടുണ്ട്. സോ ഇനി ഇവിടെ നിന്ന് ഒരു റിവേഴ്സിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് വീണ്ടും സെൽ ഓഫ് ആകുമോ എന്നുള്ളതാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്. സോ മാർക്കറ്റിന്റെ ഒരു ഡയറക്ഷൻ, അതുകൂടാതെ നവംബർ 20 മുതലാണ് നിഫ്റ്റി മാത്രമേ ഇനി വീക്കിലി എക്സ്പയറി ഡേ ഉള്ളൂ. അതും കൂടി ഒന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യാം. കാരണം മാർക്കറ്റിന്റെ ഒരു ഡൈനാമിക് ചേഞ്ച് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം നിഫ്റ്റിയിൽ വോള്യൂം കൂടാനുള്ള സാധ്യതയുണ്ട്. ബാങ്ക് നിഫ്റ്റിയൊക്കെ വീക്കിലി എക്സ്പയറി ഇടയില്ലാത്തത് കൊണ്ട് തന്നെ കുറെ ആൾക്കാർ ഇതുവരെ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്നവരൊക്കെ നിഫ്റ്റിയിലേക്ക് മാറാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ അതും മാർക്കറ്റിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. അതിനനുസരിച്ച് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഡെയിലി നോക്കുകയാണെങ്കിൽ ഇവിടെ ലാസ്റ്റ് ക്യാൻഡിൽ ക്രിയേറ്റ് ആയിട്ടുള്ളത് ഒരു ഡോജി ടൈപ്പ് ക്യാൻഡിലാണ്. മാർക്കറ്റ്
ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ആയിട്ട് ഒന്ന് അപ് സൈഡിലേക്ക് പോയിട്ട് പിന്നെ റിവേഴ്സ് ആയിട്ടാണ് കാണുന്നത്. സോ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 23,350 ആണ്. സോ മാർക്കറ്റ് മേ ബി ഇവിടത്തേക്ക് വന്നിട്ട് ഇവിടുന്ന് ചെറിയൊരു പുൾ ബാക്ക് തന്നിട്ട് വീണ്ടും ഈ ഒരു ട്രെൻഡ് ലൈനിലേക്ക് വരാനുള്ള ഒരു പോസിബിലിറ്റി ആണ് ഡെയിലി ക്യാൻഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ബാങ്ക് നിഫ്റ്റിയും ഓൾമോസ്റ്റ് ഒരു സപ്പോർട്ട് ലെവൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. സോ ഇവിടെ കാണാൻ പറ്റും ഈ ഒരു സപ്പോർട്ട് ലൈൻ, ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ട് റിവേഴ്സ് ആയിട്ടുണ്ട്, അവിടെ തന്നെയാണ് ഉള്ളത്. ഇവിടുന്ന് മാർക്കറ്റ് ഒന്ന് കൺസോളിഡേഷൻ ചെയ്തിട്ട് വീണ്ടും റിവേഴ്സ് ആകുകയാണെങ്കിൽ നമുക്ക് 28,400 എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെയാണ് മാർക്കറ്റിൽ നമുക്ക് അടുത്ത വീക്കിൽ ഏതായാലും സെൽ ഓൺ പ്രൈസ് എന്നുള്ള സ്ട്രാറ്റജി തന്നെ ഇപ്പോൾ ഉപയോഗിക്കുക. മാർക്കറ്റിൽ ഒരു പുൾ ബാക്ക് എല്ലാം തരുമ്പോൾ സെല്ലിംഗ് സൈഡ് ഫോക്കസ് ചെയ്യുക. നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റിൽ അപ്ഡേറ്റ്സുകൾ വരുമ്പോൾ അല്ലെങ്കിൽ FIA സെല്ല് ബൈയിങ് സൈഡ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ FIA ബൈ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ എന്തെങ്കിലും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള തീരുമാനങ്ങൾ ഒക്കെ വരികയാണെങ്കിൽ മാർക്കറ്റിനെ റിവേഴ്സ് ചെയ്യാനുള്ള പോസിബിലിറ്റി നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റും. അതുവരെ സെല്ലിംഗ് സൈഡിനെ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.